ഹൃദയം തകർത്ത പ്രതികാരം, 3 മിനിറ്റിൽ വെന്തു മരിച്ചത് 50 പേർ. മംഗഫിൽ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള NBTC കമ്പനിയിലെ ജീവനക്കാരായ 24 മലയാളികൾ ഉൾപ്പെടെ 50 ഇന്ത്യക്കാർ മരിച്ച ദുരന്തം പലരുടെയും ഓർമ്മയിൽ കൊണ്ടുവരുന്നത് 2009 ഓഗസ്റ്റ് 15 നടന്ന ഒരു ക്രൂരമായ പ്രതികാരമാണ്. രണ്ടാം വിവാഹത്തിനൊരുങ്ങിയ ഭർത്താവിനോടുള്ള പ്രതികാരമായി യുവതി കല്യാണാഘോഷങ്ങൾ നടന്ന ടെന്റിന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തതിനെ തുടർന്ന് 57 പേർ വെന്തു മരിക്കുകയും 90 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവമാണ് കുവൈറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജീവഹാനി ഉണ്ടാക്കിയ മനുഷ്യനിർമ്മിതമായ ദുരന്തം. വിവാഹ ആഘോഷങ്ങളുടെ ആരംഭങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന കുവൈത്തിലെ അൽ ജഹ്റയിലെ വിവാഹ ടെന്റിൽ നിന്ന് അന്നുയർന്ന കൂട്ടനിലവിളി തകർത്തത് കുവൈത്തിൻ്റെ ഹൃദയമായിരുന്നു. നസ്ര യൂസഫ് മുഹമ്മദ് അൽ എനസി എന്ന 23-കാരി രണ്ടാം വിവാഹത്തിനൊരുങ്ങിയ ഭർത്താവിനോടുള്ള പ്രതികാരമായി പെട്രോൾ ഒഴിച്ച് ടെന്റിന് തീ കൊളുത്തി. വയോധികരും കുട്ടികളുമെല്ലാം അന്ന് വെന്തുമരിച്ച ഈ സംഭവം കുവൈത്തിൽ അതുവരെ നടന്ന ഏറ്റവും വലിയ ദുരന്തമായിരുന്നു. രാത്രി 9:30 വിവാഹ ടെന്റിലെ ദുരന്തം അരങ്ങേറിയത്. ഇതിനകത്ത് ആഘോഷത്തിനുറപ്പിലായിരുന്ന കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ 3 മിനിറ്റ് കൊണ്ട് കത്തിച്ചാമ്പലായി തീർന്നു. സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും പാലിക്കാതെയുള്ള തമ്പായിരുന്നു അത്. ഒരേ ഒരു വാതിൽ മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. 500 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ടെന്റിനകത്തെ അപകടം കഴിഞ്ഞുള്ള താപനില. മൃതദേഹങ്ങളെല്ലാം തിരിച്ചറിയുവാൻ പറ്റാത്ത വിധം ചാരമായി തീർന്നു. DNA, ദന്തഭാഗങ്ങൾ എന്നിവ പരിശോധിച്ചാണ് പലതും തിരിച്ചറിഞ്ഞത്. സംഭവത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ നസ്രയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. ആസൂത്രിത കൊലപാതക ശ്രമം, തീകൊളുത്തൽ എന്നീ കുറ്റങ്ങളാണ് അവർക്കെതിരെ ചുമത്തിയത്. എന്നാൽ 2009 ഒക്ടോബറിൽ വിചാരണ ആരംഭിച്ചപ്പോൾ പ്രതി കുറ്റം നിഷേധിച്ചു. ഭീഷണിയെ തുടർന്ന് നിർബന്ധിതമായിട്ടാണ് താൻ നേരത്തെ കുറ്റസമ്മതം നടത്തിയത് എന്നതായിരുന്നു മൊഴി. ഭർത്താവുമായി ബന്ധമുള്ള ജയിൽ ജീവനക്കാരൻ ഗർഭചിത്രത്തിനുള്ള ഗുളിക നൽകിയതിനെ തുടർന്ന് തനിക്കൊരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടുവെന്നും നസ്ര ആരോപിച്ചു. രണ്ടാം വിവാഹം ചെയ്ത ഭർത്താവുമായുള്ള ദാമ്പത്യത്തിൽ 2 മക്കൾ നസ്രയ്ക്കുണ്ട്. അതേസമയം 2009 നവംബറിൽ നസ്ര കുട്ടിയായിരുന്നപ്പോൾ ചില മാനസിക വൈകല്യങ്ങൾ കാണിച്ചിരുന്നുവെന്ന് പ്രതിഭാഗം അഭിഭാഷകർ അവകാശപ്പെട്ടതിനെ തുടർന്ന് പ്രതിയെ മാനസിക രോഗ പരിശോധനയ്ക്ക് വിധേയമാക്കുവാൻ ജഡ്ജി ആദിൽ അൽ സാഗർ ഉത്തരവിട്ടു. പ്രതി പെട്രോൾ ഒഴിക്കുന്നത് താൻ കണ്ടെന്ന് വീട്ടുജോലിക്കാരി മൊഴി നൽകി. ഒരു ആഭിചാരത്തിൽ പെട്ടുപോയ താൻ മന്ത്രിച്ച വെള്ളം കൂടാരത്തിലേക്ക് ഒഴിച്ചുവെന്നും എന്നാൽ പെട്രോൾ ഒഴിച്ചില്ലെന്നുമായിരുന്നു നസ്ര പിന്നീട് പറഞ്ഞത്. 2010 മാർച്ചിൽ 57 പേരുടെ ആസൂത്രിത കൊലപാതകത്തിൽ പ്രതി കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി. കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് തീ കൊളുത്തിയതെന്ന് തെളിയുകയും പ്രതിക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. 2017 ജനുവരി 25 സെൻട്രൽ ജയിലിൽ നസ്രയെ തൂക്കിലേറ്റി. അന്ന് കുവൈത്തിൽ വധിക്കപ്പെട്ട 7 പേരിൽ ഒരാളായിരുന്നു നസ്ര. ലഹരിമരുന്ന് സംബന്ധമായ കേസുകളിലാണ് കുവൈത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.